അടക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലോ വെക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ തേങ്ങയുടെ കാര്യം പറയണ്ടല്ലോ. എന്നാൽ ഇതിനിപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. തേങ്ങ കായ്ക്കുന്ന മരം അഥവാ നമ്മുടെ തെങ്ങ് മടിയിൽ വെക്കുന്ന രൂപത്തിലാക്കി തരുന്ന ഒരാളെ പരിചയപ്പെടാം. കോഴിക്കോട് കാക്കൂർ സ്വദേശിയായ സുധാകരൻ കോക്കനട്ട് ബോൺസായി തൈകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളാവുന്നു. ഒരു കൗതുകം എന്ന നിലയിലാണ് ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തു തുടങ്ങിയത്. എന്നാൽ ഇങ്ങനെ നിർമ്മിക്കുന്ന തൈകൾക്ക് ആവശ്യക്കാരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതൊരു തൊഴിലായി സ്വീകരിച്ചു. ബാക്കി എല്ലാ മരങ്ങളും ബോൺസായി ആക്കാറുണ്ടെങ്കിൽ തെങ്ങാരും ചെയ്യാറില്ല. കാരണം ഇതിന് കുറച്ച് റിസ്ക്കും കുറേ നഷ്ടങ്ങളും ഉണ്ട്. ഒരു 20% എന്തായി കഴിഞ്ഞാലും ലോസായി പോകും. നമ്മൾക്ക് ഒരു മുറിച്ചെടുക്കുമ്പോഴൊക്കെ ചെറുതാകുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങാതെ. ഏതായാലും ഇറങ്ങി ആയി വരുന്നതൊക്കെ ഇതുവരെ ഇവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല. എങ്കിലും ഇത് ശരിക്കും ജനകീയമായിട്ടില്ല, ആൾക്കാർ വാങ്ങി തുടങ്ങിയില്ല. ഒരു പക്ഷേ എല്ലാവരുടെ വീട്ടിലും തെങ്ങുള്ളതുകൊണ്ടായിരിക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പക്ഷെ പുറമേ നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട്, വാങ്ങിക്കാൻ ആൾ വരുന്നുണ്ട്. പക്ഷെ അത് അയക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട്. ഫിൻലാൻഡ്, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കോക്കനട്ട് ബോൺസായി എന്ന ആശയം ഉദിച്ചത്. ഇത് കേരളത്തിൽ വലിയ പ്രശസ്തി നേടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത് അന്വേഷിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെന്നാണ് സുധാകരൻ്റെ അനുഭവം. ഉണ്ടായി വരുന്ന സാധനങ്ങളെ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അങ്ങനെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത് വാങ്ങി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ടിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മേളയ്ക്ക് പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരുവിധം നമ്മുടെ ഈ നഴ്സറിക്കാരൊക്കെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള. അങ്ങനെ എല്ലാവരും തുടങ്ങിയത് എല്ലാവരും വാങ്ങി തുടങ്ങിയാൽ അപ്പുറത്തേയും വീട്ടിലുണ്ടെങ്കിൽ മറ്റവരും വാങ്ങിക്കുള്ളൂ. പൊതുവെ നമ്മളെ മലയാളീസിൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വരട്ടെ. വീടിനകത്ത് വളർത്താൻ കഴിയുന്ന ഈ തെങ്ങിന് മുന്തിരിയുടെ വലുപ്പമുള്ള തേങ്ങയാണ് മുഖ്യ ആകർഷണം. ചിരട്ടയില്ലാത്ത തേങ്ങകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മുളപ്പിച്ചെടുക്കുന്ന ചിരട്ടയിൽ അതിമനോഹരമായി ഇദ്ദേഹം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു നൽകുന്നു. തേക്കിൻ തടിയാണ് ക്രാഫ്റ്റ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നത്. 2 വർഷം പ്രായമായ ബോൺസായി തൈകൾക്ക് 2000 രൂപ മുതലാണ് ഇദ്ദേഹം ഈടാക്കുന്നത്. MyFin TV, കോഴിക്കോട്.